ഇതൊരു ചാര നോവലല്ല, ഒരു സയൻസ് ഫിക്ഷൻ സിനിമയുമല്ല. ഭൗതികമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ഡിജിറ്റലായി ആയുധവൽക്കരിച്ച ആദ്യത്തെ രാഷ്ട്ര-സ്പോൺസേഡ് ആക്രമണത്തിന്റെ യഥാർത്ഥ കഥയാണിത്. സ്റ്റക്സ്നെറ്റ്. ലോകം വർഷങ്ങളോളം ആകാംക്ഷയോടെ ഇറാന്റെ ആണവ പദ്ധതിയെ ശ്രദ്ധിച്ചു. എന്നാൽ ഒരു രഹസ്യയുദ്ധം നടക്കുകയായിരുന്നു. ബോംബുകൾ ഉപയോഗിച്ചല്ല, മറിച്ച് കോഡുകൾ ഉപയോഗിച്ച്. ലോകത്തിലെ ഏറ്റവും ശക്തമായ 2 ഏജൻസികൾ നിഴലിൽ സൃഷ്ടിച്ച ഒരു ഡിജിറ്റൽ പ്രേതം ഒരു ആണവ കേന്ദ്രത്തെ മൊത്തത്തിൽ തകർക്കാൻ പോകുകയായിരുന്നു. നമ്മുടെ കഥ ആരംഭിക്കുന്നത് ഇറാനിയൻ മരുഭൂമിക്കടിയിലുള്ള നദാൻസ് ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റിൽ നിന്നാണ്. അതിവേഗത്തിൽ കറങ്ങുന്ന ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നു. ഒരു ആണവായുധമുള്ള ഇറാൻ ഇതിന്റെ അപകടസാധ്യത വളരെ വലുതായിരുന്നു. നയതന്ത്രം വഴിമുട്ടി. ഒടുവിൽ ബാക്കിയായ ഒരേയൊരു വഴി ഒരു വെടിയും പൊട്ടിക്കാതെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു രഹസ്യപ്രവർത്തനമായിരുന്നു. അപ്പോൾ ആവശ്യകതയുടെ പങ്കാളിത്തം വരുന്നു. മൊസാദും CIA-യും. വെടിയുതിർക്കാതെ ഇറാനിയൻ പദ്ധതിയുടെ വേഗത കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അവരുടെ ആയുധം സ്റ്റക്സ്നെറ്റ്. എന്നാൽ ഇന്റർനെറ്റിൽ നിന്ന് എയർ ഗ്യാപ്പ് ചെയ്ത ഒരു സൗകര്യത്തിലേക്ക് സങ്കീർണമായ മാൽവിയർ എങ്ങനെ എത്തിക്കും? ഇവിടെയാണ് യഥാർത്ഥ അണ്ടർകവർ ഓപ്പറേഷൻ ആരംഭിക്കുന്നത്. അവിശ്വാസിയായ ഒരു കരാറുകാരനോ അല്ലെങ്കിൽ കൃത്രിമം കാണിച്ച ഒരു ജീവനക്കാരനോ കൈവശം വച്ചിരുന്ന USB ഫ്ലാഷ് ഡ്രൈവ് വഴിയാണ് പ്രാഥമിക നുഴഞ്ഞുകയറ്റം നടന്നത് എന്നാണ് നിഗമനം. അകത്തുകയറിയ സ്റ്റക്സ്നെറ്റ് ഡേറ്റയ്ക്കായിരുന്നില്ല, മറിച്ച് നിയന്ത്രണത്തിനായാണ് തിരഞ്ഞത്. സീമെൻസ് കൺട്രോൾ